ജിൽസി, ഈ ചാക്ക് ഇല്ലേ, ചാക്ക്, ഈ ചാക്കിന് കലോത്സവ വേദികളിൽ ഐറ്റങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ചാക്ക് ഇപ്പൊ നിലത്ത് ഇരിക്കാനാണോ? ചാക്കിനെ കൊണ്ട് എന്താണ് ഗുണം ഈ കലോത്സവ വേദികളിൽ എന്ന ഒരു ചോദ്യം ഞങ്ങൾ ഇതാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ചാക്കിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ അതൊരു കാര്യപ്പെട്ട റോളായിരിക്കും. അപ്പോ ഏതെങ്കിലും ഐറ്റത്തിൽ ചാക്കിന് റോൾ ഉണ്ടോ? അത് നമുക്കൊന്ന് കണ്ടുവരാം. ഈ റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചാക്കുകൾ വേണം, എണ്ണമറ്റ ചാക്കുകൾ. കളർഫുൾ കലോത്സവത്തിൽ ചാക്കിന് എന്ത് കാര്യം എന്നല്ലേ? കാര്യമുണ്ട്. മറ്റൊരിടത്തുമല്ല, ഉള്ളതിൽ വെച്ച് ഏറ്റവും കളർഫുള്ളായ കഥകളിയുടെ അണിയറയിലാണ് ചാക്കിന് കാര്യം. ചുട്ടികുത്തി അല്പനേരം വിശ്രമം കഴിഞ്ഞാൽ പിന്നെ പണി തുടങ്ങണം. ആദ്യം ചന്തിമെത്ത, പിന്നെ കച്ചയെടുത്തു കെട്ടും. ഇനി ചാക്കിന്റെ വരവാണ്. ഞൊറിയെടുത്ത് മടക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ ഓരോന്നോരോന്നായി വരും. ഞൊറിയൊതുക്കി രണ്ടായി മടക്കി ഇരുവശവും തുല്യ അളവിൽ തന്നെ എന്നുറപ്പുവരുത്തി കച്ചയോട് ചേർത്ത് കെട്ടിപ്പിടിപ്പിക്കും. കഥകളി വേഷം ആണിൻ്റേതെങ്കിൽ കുറഞ്ഞത് 40 ചാക്കുകളെങ്കിലും വേണ്ടിവരും. പെൺവേഷമാണെങ്കിൽ ചാക്കെണ്ണത്തിൽ അല്പം ഇളവുണ്ട്. ആകെ 10 മുതൽ 15 എണ്ണം മതിയാണ്. ഞൊറിക്കടിയിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ കടന്നുകൂടിയിട്ട് അധികമായിട്ടില്ല. തുടക്കത്തിൽ ചണം ചാക്കും പിന്നീട് തുണിയുമായിരുന്നു. അതിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറിയതിന് കാരണം ഇതാ ഇങ്ങനെ. അല്ല, പണ്ട് കാലത്ത് ചാക്കല്ലായിരുന്നു പതിവ്, തുണി തന്നെയായിരുന്നു. ഒരുപാട് അധ്വാനം തന്നു. 10-50 തുണികൾ നമ്മൾ ഈ കഞ്ഞിമുക്കി വെയിലത്തിട്ടുണക്കി ആണ് അരയിൽ വെക്കുക. അതൊരു 4 കളി കഴിയുമ്പോഴേക്കും അതിന് ശക്തി പോകും. വീണ്ടും നമ്മൾ കഞ്ഞി വെക്കണം. അതിന് ശേഷമുള്ള ഒരു പുതിയ പരീക്ഷണമാണ് ഈ ചാക്ക്. അല്പം ഉഷ്ണം കൂടും എന്നതൊഴിച്ചാൽ കഥകളി വേഷമിട്ടവർക്കും ചാക്ക് തന്നെ ബെസ്റ്റ്. ഇതിങ്ങനെ കെട്ടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് എളുപ്പമായിട്ട് കളിക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ കെട്ടിയോണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ കാല് നല്ലോണം ഉയർത്തി ചവിട്ടാനുള്ളതും ഇങ്ങനെ ദൂരത്ത് വെച്ച് ഞങ്ങൾ കാല് അടർത്തി വെച്ചിട്ടാണ് കളിക്കുക. അത് അങ്ങനെ ഉണ്ട്. അപ്പം ഈ ചാക്ക് വെച്ച് ഇങ്ങനെ ഉയർത്തി കെട്ടുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. വേദിയിൽ ഇങ്ങനെ ഓടിയും ചാടിയും ചവിട്ടിയും ഓരോ കഥകളി വേഷവും ആടിത്തകർക്കുമ്പോൾ ആവശ്യമായത് എത്ര ചാക്കുകളാണെന്ന് ആര് കണ്ടു? ഇനി കൃത്യമായ എണ്ണം പറയാം. 1 അല്ല, 5 അല്ല, 10 അല്ല, 70 ചാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ 3 കഥകളി വേഷങ്ങളും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ആ എണ്ണത്തിലുണ്ട് കഥകളിയിൽ ചാക്കിനുള്ള പങ്ക്. ക്യാമറ പേഴ്സൺ ജിഷ്ണു ഗിരീഷിനൊപ്പം അരുൺ രാജ്, മീഡിയ 1.